അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അലകൾക്കിടയിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി എത്തിയ രണ്ട് സന്ദേശങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. മനുഷ്യബന്ധങ്ങളുടെ ആഴവും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സൗഹൃദങ്ങളും വിളിച്ചോതുന്ന വ്യത്യസ്ത സംഭവങ്ങളാണ് ബഹാമാസിൽ നിന്നും കാനഡയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കടൽ ജലത്തിൽ ഒഴുകി നടന്ന ഒരു ചെറിയ കുപ്പി എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നതിന്റെ ഹൃദയസ്പർശിയായ ഉദാഹരണങ്ങളാണിവ. ബഹാമാസിലെ ഫോൾ ഓൾ ബേ എന്ന മനോഹരമായ പട്ടണത്തിൽ നിന്ന് ആമി ബെസ്റ്റോയും അവരുടെ 10 വയസ്സുകാരനായ മകൻ ലോറൻസോയും ചേർന്ന് 2025 ഫെബ്രുവരിയിൽ ഒരു രസകരമായ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. സ്വന്തം വാട്സ്ആപ്പ് നമ്പറും തീയതിയും സ്ഥലപ്പേരും അടങ്ങിയ ഒരു കുറിപ്പ് ഒരു കുപ്പിയിലാക്കി അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിന്റെ അഗാധത്തിലേക്ക് ആ കുപ്പി മറയുമ്പോൾ അത് 4000 മൈലുകൾക്കപ്പുറം മറ്റൊരു തീരത്ത് പുതിയൊരു സൗഹൃദത്തിന് വഴിയൊരുക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. കൃത്യം ഒരു വർഷത്തിനു ശേഷം പോർച്ചുഗലിലെ വിലാച്ച ബീച്ചിൽ നിന്ന് ഈ കുപ്പി കണ്ടെടുത്തു. പോർച്ചുഗലിലെ സ്കൂൾ അധ്യാപികയായ മറിയ ഏനസ് തന്റെ നായയുമായി കടൽ തീരത്ത് നടക്കാൻ പോയപ്പോഴാണ് മണലിൽ പകുതി പുതഞ്ഞ നിലയിൽ ഈ കുപ്പി കണ്ടത്. കുപ്പി തുറന്ന് സന്ദേശം വായിച്ച മറിയ അത്ഭുതപ്പെട്ടു പോയി. ഉടൻ തന്നെ അതിലുണ്ടായിരുന്ന നമ്പറിൽ ബെസ്റ്റർസോയുമായി അവർ ബന്ധപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ വോയിസ് നോട്ടുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും അവർ സംസാരിക്കുകയും തൽക്ഷണം ഒരു ആത്മബന്ധം അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഭാഷയുടെയും ദൂരത്തിന്റെയും അതിർവരമ്പുകൾ മാഞ്ഞ ഈ ബന്ധത്തിൽ ബെസ്റ്റോയും മകനെയും പോർച്ചുഗലിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മരിയ. അവിടെ വെച്ച് ഒരുമിച്ച് മറ്റൊരു കുപ്പി കടലിലേക്ക് ഒഴിക്കണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം.